ഈശോമിശിഹായിൽ എനിക്കേറെ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള തിരുനാളാണ് ഉത്ഥാന പെരുന്നാൾ. ഏവർക്കും ഉത്ഥാന പെരുന്നാളിൻ്റെ സർവ്വദൈവാനുഗ്രഹവും നന്മകളും പ്രാർത്ഥനാപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. കർത്താവിൻ്റെ ഉത്ഥാനം ലോകത്തിലെ ആദ്യം അറിയാൻ വിളിക്കപ്പെട്ടത് പാവപ്പെട്ട സ്ത്രീകളാണ്. സാപത്തായതുകൊണ്ട് കർത്താവിൻ്റെ കബറടക്ക ശുശ്രൂഷയിലെ ആവശ്യത്തിന് സുഗന്ധദ്രവ്യങ്ങൾ വയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശയിലെ സാപത്ത് കഴിഞ്ഞ ഉടനെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് മഗ്ദലന മറിയത്തിൻ്റെ നേതൃത്വത്തിലെ സ്ത്രീകൾ പോയി. കല്ലറയുടെ കല്ല് ആരാ ഉരുട്ടി മാറ്റുക? അസാധ്യതകളുടെ നടുവിലാണ് അവർ കല്ലറയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോഴേ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായി കണ്ടു. അതൊരു അത്ഭുതമാണ്. പക്ഷെ കർത്താവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്തില്ല. കർത്താവിന് ആരോ കട്ടുകൊണ്ടുപോയെന്നാണ് പാവപ്പെട്ട സ്ത്രീകൾ കരുതിയത്. നിരാശ കൊണ്ട് അവർ ചുറ്റും അന്വേഷിച്ചപ്പോൾ അവരൊരു വിളി കേട്ടു. കർത്താവിൻ്റെ സ്വരം, മറിയം. ആ വിളിക്ക് മറിയം കൊടുക്കുന്ന മറുപടി വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷണമാണ്. റബ്ബോണി, നാഥ. മറിയമാണ് ഉത്ഥിതനായ കർത്താവിനെ ആദ്യമായിട്ട് ആരാധിക്കുന്നത്. സ്ത്രീകളുടെ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കല്ലറ തേടി പോകാൻ അവർ കാണിച്ച കാഴ്ചപ്പാട്. പ്രതിസന്ധികൾ മുമ്പിലുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ മുന്നോട്ട് പോയി. ഉത്ഥാന പെരുന്നാള് നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു വലിയ സാധ്യതയുണ്ട്. പ്രതിസന്ധികളൊന്നിൻ്റെ അവസാനമല്ല. പ്രശ്നങ്ങൾ ഒരിക്കലും തീർന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പ്രതിസന്ധികളുടെ നടുവിൽ ഉത്തരമില്ലാതെ നട്ടം തിരിയുമ്പോൾ കാതു കോർത്താലേ നമ്മളൊരു സ്വരം കേൾക്കും, മറിയം. എന്നാണോ നമ്മുടെ പ്രതിസന്ധികൾ വലുതാകുന്നത്, അന്നാണ് കർത്താവ് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നത്, മറിയം. ഈ സ്ത്രീകള് കാണിച്ച ഒരു മഹാമനസ്കതയുണ്ട്. വേണ്ടിടത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, കുറവുള്ളത് പരിഹരിക്കണം. ഉത്ഥാന തിരുനാളില് എൻ്റെയും നിങ്ങളുടെയും മുൻപിലുള്ള ഏറ്റവും വലിയ ചക്രവാളം ഈ 50 ദിവസങ്ങളിലെ നമ്മൾ നടത്തിയ വലിയൊരു പോരാട്ടമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പാപകരമായ മേഖലകളെ അടിച്ചു വൃത്തിയാക്കാൻ നമ്മൾ നടത്തിയ വലിയ പരിശ്രമം. ഉത്ഥാന തിരുനാള് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്താണെന്നറിയാമോ? കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു, കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. അവൻ നമ്മെ വിളിക്കുന്നു. നമുക്ക് മറിയത്തെ പോലെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറയാം, റബ്ബോണി. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവ് നമുക്ക് കൂട്ടിനുണ്ട്. നമ്മൾ വ്യക്തികളാണ്, നമ്മൾ കുടുംബങ്ങളിലാണ്, നമ്മൾ സമൂഹങ്ങളാണ്. കടന്നു പോകുന്ന എല്ലാ സംഘർഷങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും വേവലാതികളിലും കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട്. ഉത്ഥാന പെരുന്നാള് നമുക്ക് നൽകുന്നത് ഒരു ശുഭാപ്തി വിശ്വാസമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്.
അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ഉത്ഥാനത്തിൻ്റെ സർവ നന്മകളും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഷെക്കേന ടെലിവിഷൻ പ്രേക്ഷകർക്ക് എൻ്റെ ഈസ്റ്ററിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു നിങ്ങളെ ഓരോരുത്തരെയും ഉയർപ്പിക്കട്ടെ എന്ന്, ജീവൻ നൽകട്ടെ എന്ന്, കാത്തു പരിപാലിക്കട്ടെ എന്ന്, സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉയർപ്പ് കാലത്ത് നമുക്ക് വേണ്ടത് ഒരു ഈസ്റ്റർ കണ്ണുകളാണെന്ന് പറയാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈസ്റ്റർ കണ്ണുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയിൽ ഒരു കോഴിക്കുഞ്ഞിനെ കാണുവാൻ സാധിക്കുക, ഒരു പട്ടുനൂൽ പുഴുവിൽ മനോഹരമായ വർണ്ണശബളമായ ഒരു പൂമ്പാറ്റയെ കാണാൻ സാധിക്കുക, മരണത്തിൽ ജീവനെ കാണാൻ കഴിയുക, കാൽവരിയിൽ ഉയർപ്പ് കാണാൻ കഴിയുക. അതാണ് ഈസ്റ്റർ കണ്ണുകൾ. ഈസ്റ്റർ കണ്ണുകളോടുകൂടി നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടാകും. അത് ജീവനിലേക്കുള്ള പ്രകാശമായി. അപ്പോൾ അത്തരത്തിലുള്ള പ്രകാശം നമ്മളുടെ കണ്ണുകളിലേക്ക് വരട്ടെ എന്നും, ഈസ്റ്റർ കണ്ണുകളും ഈസ്റ്റർ വിഷനും ഈസ്റ്റർ ദർശനവും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വലിയ ആഴ്ച ആചരണത്തിലായിരുന്നു നമ്മൾ. ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷവും കഴിഞ്ഞു. നാം എല്ലാവരും ഈ വർഷത്തെ നമ്മുടെ വലിയ ആഴ്ചയുടെ ആചരണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോഴത്തെ ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, സഭയുടെ തലത്തിൽ, സമൂഹത്തിൻ്റെ തലത്തിൽ, സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വെല്ലുവിളികൾ എല്ലാം നമ്മൾ ചിന്തിച്ചും ധ്യാനിച്ചും നമ്മുടെ ഈ വലിയ ആഴ്ച ആചരണം നിർവഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരുന്നിരിക്കണം. അങ്ങനെയൊന്നും വരികിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉത്ഥാനമാക്കി മേലേക്ക് വന്നിരിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് നമ്മോടുകൂടിയുണ്ട്. അവിടുന്ന് നമ്മിൽ ജീവിക്കുന്നു, നമ്മിൽ മരിക്കുന്നു, നമ്മോടൊപ്പം ഉയർക്കുന്നു. അവിടുത്തെ ഉയർപ്പിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും അനുഭവം തന്നെയാണ് നമുക്ക് അനുദിനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. കർത്താവിനോട് കൂടിയാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഉയർപ്പിൽ പ്രത്യാശ സമർപ്പിച്ച് നമുക്കുണ്ടാകുന്ന എല്ലാ തിക്താനുഭവങ്ങളുടെയും നടുവിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതൽ. കർത്താവിനോടുകൂടി ഉയർക്കുമെന്നുള്ള പ്രത്യാശ നിങ്ങൾക്കെല്ലാവർക്കും, അതായത് ഈ ഷക്കീന ടിവിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞാൻ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ ഷക്കീന പ്രേക്ഷകരെ, ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം വഴിയായിട്ടാണ് അസമാധാനം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവിടുത്തെ രക്ഷാകരമായ കർമ്മങ്ങൾ പാപത്തിന് പരിഹാരമായി ഇനിയും നാം അസമാധാനത്തിൽ കഴിയേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് ആവർത്തിക്കുന്നു. ഭയമാണ് മനുഷ്യനെ വല്ലാതെ വേട്ടയാടുന്നത്. ശിഷ്യന്മാർ ചിതറിപ്പോയത് ഭയം കൊണ്ടാണ്. പ്രധാനാചാര്യനും യഥാർത്ഥത്തിൽ ഫരിസേയരുമെല്ലാം യേശുവിനെതിരെ നീങ്ങിയത് അവർക്ക് ചിലതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ്. പീലാത്തോസിനെ ഭരിക്കുന്നത് ഭയമാണ്. പീലാത്തോസിൻ്റെ ഭാര്യ ഭയചകിതയാണ്. അവിടെ കബറിങ്കൽ നിൽക്കുന്ന കാവൽക്കാർ അവർ ഭയപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ ഈ ഭയം ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്
ദൈവത്തെ നിഷേധിച്ച, ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിച്ച, അവിടുത്തെ കരം വിട്ട് സഞ്ചരിക്കാൻ തയ്യാറായ ആദ്യ മനുഷ്യൻ മുതൽ അസമാധാനത്തിന് അടിപ്പെട്ടു. അതുകൊണ്ട് ഉദ്ധിതനായ യേശു പറഞ്ഞു, നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല. അതിനെല്ലാം ഈ അസമാധാനത്തിനുള്ള കാരണങ്ങളെല്ലാം നീക്കിക്കളഞ്ഞിരിക്കുന്നു. തുടർന്ന് പറയും, നിങ്ങൾ കരയണ്ട. ഉദ്ധാനത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങൾ എന്തിന് കരയുന്നു? ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ അതിന് ആ ഒരു വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്ന അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും നാം പോകേണ്ടതില്ല. നാം ഭയന്നും കരഞ്ഞും വിലപിച്ചും കഴിയേണ്ടതില്ല. നാം കരയേണ്ടത് ഒന്നിനു വേണ്ടി മാത്രമാണ്, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയും നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി. ഈ കരച്ചിലുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നത് സമാധാനം ആശംസിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ മധ്യേ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സഹനത്തിനായാലും മരണത്തിനായാലും അർത്ഥം ലഭിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോഴാണ്. യേശുവിൻ്റെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ടതാണ്. എത്രമാത്രം മുറിവുകൾ! ഈ 5 തിരുമുറിവുകൾ മാത്രമല്ല, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടതാണ്. ഒരു മുറിവ് പോലെ ശരീരം മുഴുവനും വ്രണം നിറഞ്ഞതാണ്. പക്ഷേ അവിടുന്ന് ഉദ്ധിതനായി കഴിഞ്ഞപ്പോൾ നമ്മെ ഭയപ്പെടുത്തിയിരുന്ന ഈ മുറിവുകളൊക്കെ നമുക്ക് സൗഖ്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന തിരുമുറിവുകളായി രൂപാന്തരപ്പെട്ടു. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം വേദനയുടെ അനുഭവങ്ങളുണ്ട്, മുറിവേക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ മുറിപ്പാടുകളുമായി നാം ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ മുറിവുകളെ യേശുക്രിസ്തുവിനെ മുറിവുകളോട് ചേർത്ത് വെച്ച് രക്ഷണീയമായ മുറിവുകളായി, രക്ഷണീയമായ സഹനങ്ങളായി, തിരുമുറിവുകളാക്കി, സഹനങ്ങളെ രക്ഷാകരമാക്കി രൂപാന്തരപ്പെടുത്തുക. അതിന് നമുക്ക് സാധിക്കുന്നത് ഈ ഉദ്ധാനം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. ഈ ഉദ്ധാനം നമ്മെ ഒരു കൂട്ടായ്മയായി രൂപാന്തരപ്പെടുത്തുന്നു. യേശു ഉയർത്തു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം, ആ മഹാസംഭവം, ആ ഒരു സദ്വാർത്ത മറ്റുള്ളവരുമായി പകർന്നു കൊടുക്കണം എന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖബറിങ്കിൽ നിന്നുകൊണ്ട് മാലാഖ പറഞ്ഞു കൊടുത്തത് എന്താണ്? നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക. ഈ അടഞ്ഞു കിടന്ന ഖബറിടം തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, യേശു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളത് സഹോദരന്മാരെ അറിയിക്കുക. അങ്ങനെയാണ് ആ അപ്പോസ്തല കൂട്ടായ്മ, ചിതറിപ്പോയ കൂട്ടായ്മ ഒന്നായി രൂപാന്തരം പ്രാപിച്ചത്, സഭയുടെ അടിത്തറയായി മാറിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നാം പ്രേക്ഷിതരായിത്തീരുന്നത് യേശു ജനിച്ചു എന്നുള്ള ആ സന്ദേശം അറിയിച്ചുകൊണ്ടല്ല, യേശു മരിച്ചു എന്നുള്ള സന്ദേശം അറിയിച്ചുകൊണ്ടല്ല, അതിലെല്ലാം അർത്ഥം വരുന്ന യേശു പുനരുദ്ധാനം ചെയ്തു എന്നുള്ള ആ സന്ദേശം സദ്വാർത്തയായി അറിയിച്ചുകൊണ്ടാണ്. ഈ സദ്വാർത്തയ്ക്ക് സാക്ഷികളായി ജീവിക്കുന്ന നമുക്ക് നിരാശയിൽ ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ കണ്ണുകൾക്ക് തിളക്കമുണ്ടാകട്ടെ, നമ്മുടെ മുഖം പ്രസാദിക്കട്ടെ, നമ്മുടെ ചലനങ്ങൾക്ക് ഒരു ചടുലത ഉണ്ടാകട്ടെ. നമുക്ക് യേശു മരിച്ചു എന്നുള്ളതല്ല, യേശു പുനരുദ്ധാനം ചെയ്തു എന്നുള്ള സദ്വാർത്ത നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ ഉയർപ്പിന് സാക്ഷികളായി പ്രസാദാത്മകമായ ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നേറുകയും ചെയ്യാം. കാരുണ്യവാനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും
എല്ലാ സന്തോഷവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ സന്തോഷം നമുക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ ദിനത്തെ ആഘോഷമാക്കി തീർക്കാം. ഷെക്കൈന TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ. യേശുവിൻ്റെ ജനനത്തിൻ്റെ 2025 ആണ്ടിനോടനുബന്ധിച്ചുള്ള ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത് പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള സന്ദേശമാണ്. അതുകൊണ്ട് 2025 ഉയർപ്പ് തിരുനാളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രത്യാശയുടെ ആവശ്യകത? യേശു യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ ഭയപ്പെടേണ്ട. 365 പ്രാവശ്യം ബൈബിളിൽ ദൈവം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന്. എപ്പോഴാണ് ഭയമില്ലാതിരിക്കുക? ഭയമില്ലാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ശുഭാപ്തി വിശ്വാസമുണ്ട്, നമ്മുടെ ജീവിതത്തിന് കുരിശുകൾ കടന്ന് ദുഃഖവെള്ളി കടന്ന് ഉയർപ്പ് ഞായറാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ ദൈവസ്നേഹത്താൽ ഭൂമിയിൽ ജനിച്ച ഈശോ തൻ്റെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നത് കാൽവരിയിലെ കുരിശുമരണത്തിൽ മാത്രമല്ല, കബറടക്കപ്പെട്ടതിൽ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഉത്ഥാനം ചെയ്ത് എല്ലാവരെയും പിതാവിൻ്റെ പക്കലേക്ക് നയിച്ചതിനാണ്. ഈ പിതാവിൻ്റെ പക്കലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാവരുടെയും ലക്ഷ്യം പിതാവിൻ്റെ ഭവനമാണെന്ന് കാണിച്ചു തന്നതിനാലാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. സംശയം തോന്നിയ തോമാസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴി അല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ല. ലക്ഷ്യം പിതാവിൻ്റെ പക്കലെത്തലാണ്. അതിൻ്റെ മാർഗം ഏകലോക രക്ഷകനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാർഗം കുരിശിലൂടെയാണ്. കുരിശിൻ്റെ വഴി രക്ഷയുടെ വഴിയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, മത്തായി 16:24 വായിക്കുന്ന പോലെ, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അങ്ങനെ യേശുവിൻ്റെ പിന്നാലെ കുരിശെടുത്ത് നടക്കുന്നവർക്കെല്ലാം ലഭിക്കുക എവിടെയാണ്? മരണത്തിൻ്റെ അപ്പുറത്ത് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലാണ്, മഹത്വത്തിലാണ്, വിജയത്തിലാണ്. അവസാനം ഈ ലോകത്തിൽ തന്നെ വിജയം നേടി അവസാനം പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോഴുള്ള നിത്യസമ്മാനമാണ്. അതുകൊണ്ട് ഈശോയുടെ ഉയർപ്പ് തിരുനാൾ പ്രത്യാശയുടെ തിരുനാളാണ്. ദുഃഖവെള്ളിയെ കടന്നു പോകും, വേദനകളും ബുദ്ധിമുട്ടുകളും കടന്നു പോകും. പക്ഷെ നിരാശപ്പെടേണ്ട. നമുക്ക് യേശുവിനോട് കൂടെ മുറുകെ പിടിച്ചാൽ, യേശുവിൻ്റെ പാത ചരിച്ചാൽ, യേശുവിനോട് കൂടി വിജയത്തിലേക്ക്, മഹത്വത്തിലേക്ക്, നിത്യജീവനിലേക്ക്, ഉത്ഥാനത്തിലേക്ക് നയിക്കാൻ പോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജൂബിലിയുടെ ഈ വർഷത്തിൽ നമുക്ക് പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാൾ ആചരിക്കാം. ഉയർത്തെഴുന്നേറ്റ ഈശോ ആശംസിച്ച നിങ്ങൾക്ക് സമാധാനം, ഈ സമാധാനം ഈ ഭൂമിയിലും അവസാനം നിത്യമായി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ഒന്നുകൂടി പ്രത്യാശയുടെ ഈസ്റ്റർ ആശംസകൾ. ഷെക്കീന TV-യുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാ സങ്കടങ്ങൾക്കും അറുതിയുണ്ട് എന്നും തിന്മയുടെ വിജയാട്ടഹാസങ്ങൾക്ക് പരിധിയുണ്ട് എന്നും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ആത്യന്തികമായി വിജയിക്കുന്നത് നന്മ മാത്രമാണ് എന്നും ദൈവമാണ് യഥാർത്ഥത്തിൽ തിന്മയുടെ മേൽ വിജയം നേടുന്ന ശക്തി എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ തിരുനാള് നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം പരത്തുന്ന തിരുനാളായി മാറട്ടെ. എല്ലാ തിന്മയുടെയും മേൽ കർത്താവ് വിജയം നേടിയതുപോലെ വിജയം നേടാൻ നമുക്ക് ഈ തിരുനാളിൽ തീരുമാനമെടുക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഷെക്കൈന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായി ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഈസ്റ്റർ നമുക്ക് പ്രത്യാശയുടെ തിരുനാളാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നൽകുന്ന പ്രത്യാശ, ഒരു മനുഷ്യനും നൽകാൻ സാധിക്കാത്ത പ്രത്യാശ, മരണത്തെ അതിജീവിച്ച് അവിടുന്ന് തന്നു. നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ
ഉദ്ധിതനായ ഈശോയിൽ തുറക്കുന്ന വാതിൽ നമുക്ക് പ്രത്യാശ നൽകുകയാണ്. നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് മാറാൻ ഈ തിരുനാൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സൂറെക്സിത് ഡോമിനോസ് പേരെ ഹല്ലേലൂയ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഏവർക്കും ഈ പുണ്യ ജൂബിലി വർഷത്തിൽ ആഗതമായ ഈസ്റ്ററിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ആദ്യമേ തന്നെ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ നവമായി മാമോദീസ സ്വീകരിച്ചവർ അറിയപ്പെട്ടിരുന്നത് പ്രകാശിതർ എന്നാണ്. ഓരോ ഈസ്റ്റർ മഹോത്സവവും ക്രിസ്തുവാണ് എന്ന നിത്യപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന പുണ്യമാമോദീസ ദിനമാണ്. പുണ്യമാമോദീസ അനുഭവമാണ്. പാപത്തിൽ മരിച്ച് യേശു ക്രിസ്തുവാകുന്ന പുണ്യപ്രകാശത്തിൽ നാം ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണല്ലോ ഈസ്റ്റർ. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. ക്രിസ്തുനാഥൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായി സഭ നിലകൊള്ളുന്നതിൻ്റെ ആധാരവും മാമോദീസ സ്വീകരണമാണ്. ക്രിസ്തുവിൽ മരിക്കുകയും ക്രിസ്തുവിൻ എന്നും ജീവിക്കുകയും ചെയ്യുന്ന മാമോദീസ അനുഭവത്തിൻ്റെ നിർണായകമായ വിസ്മയകരമായ സാക്ഷ്യപ്പെടുത്തലാണ് ഈസ്റ്റർ. ഉത്ഥാനം ചെയ്ത ക്രിസ്തു മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിത്യജീവിതത്തിൻ്റെ കൃപയിലേക്കാണ് എഴുന്നള്ളിയത്. പുനരുത്ഥാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. മഹത്വപൂർണമായ സ്വർഗപ്രാപ്തിയിലൂടെ അവിടുന്ന് ദൈവിക ജീവനിൽ പങ്കുചേർന്നു. ഈസ്റ്റർ എന്ന നവമാമോദീസ അനുഭവത്തിലും നാം കാണുന്നതും ഈ പ്രാപഞ്ചിക സത്യമാണ്. മരണത്തിന് ക്രിസ്തുവിൻ്റെ മേൽ ഇനി അധികാരമില്ല. ക്രിസ്തുവിനോടൊത്ത് ഐക്യപ്പെട്ട് ജീവിച്ചാൽ അവിടുത്തെ കൃപയാൽ നാമും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഈ മണ്ണിനുള്ളവരല്ല, മറിച്ച് വിണ്ണിലുള്ളവരാണെന്നും വിണ്ണിനുള്ളവരാണെന്നും ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ക്രിസ്തുവിന് യോഗ്യമായ ജീവിതം നയിച്ച് നവമാമോദീസായാൽ മുദ്രിതരായി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും വഴിയിലൂടെ നടന്ന് ഒരിക്കലും അവസാനിക്കാത്ത പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ഈ മഹാജൂബിലി ഈസ്റ്ററിലൂടെ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പ് നാം ആഘോഷിക്കുകയാണ്. കർത്താവിനെ അന്വേഷിച്ചെത്തിയ സ്ത്രീകളോട് പറയുന്നത്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തെ വഴി നടത്തുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമ്മൾ വളരുകയാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്തരമായ ജീവിതത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനും
ആ ജീവിതത്തിലേക്ക് ചെന്നെത്തുവാനുള്ളതായ പ്രത്യാശയുമായ ഒരു വഴി നടത്തുന്നു. സ്വർഗീയമായ യാത്രയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ പ്രയാണം ഈ തികഞ്ഞ പ്രത്യാശയിൽ വളരുന്നതായ സമയത്ത് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവേദ്യമായി തീരുന്നു. ആ പ്രത്യാശ ജീവിക്കുവാൻ ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷവും സമാധാനവും ഉള്ള പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ആ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഷെക്കീന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ മംഗളകരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. പുനരുത്ഥാനം നൽകുന്ന സന്ദേശം എല്ലാ അർത്ഥത്തിലും പ്രത്യാശയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ അകന്നുപോയ, നിരാശയിലേക്ക് വീണുപോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് ചുറ്റുപാടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രതീക്ഷകൾ അറ്റുപോകുമ്പോഴാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിരാശ ഓരോ വ്യക്തിയിലും നാമ്പുകൊള്ളുന്നത്. പുനരുത്ഥാനം നമുക്ക് തരുന്ന സന്ദേശത്തിൽ ഇരുട്ടിനപ്പുറമുള്ള പ്രകാശം, പ്രക്ഷുബ്ധമായ തിരകൾക്കപ്പുറമുള്ള ശാന്തമായ തീരം, പരാജയത്തിനപ്പുറമുള്ള വിജയം, മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവൻ, ഈ ചിന്തകൾ നമുക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയെയും പ്രതികൂലതകളെയും ആകുലതകളെയും അതിജീവിക്കുവാൻ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം പര്യാപ്തമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നിരാശയിലേക്ക് കൂപ്പുകുത്തി മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെട്ട് വിവേചനമില്ലാതെ മൃഗങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാറി കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും മരണസംസ്കാരവുമൊക്കെ ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ ജീർണതയെ തുറന്നു കാട്ടുന്നതാണ്. അപ്രകാരം ജീർണിച്ച ഒരു വ്യവസ്ഥിതിയിൽ ഒരു പുനരുത്ഥാനം ഉറപ്പാക്കണമെങ്കിൽ മൃതാവസ്ഥയിലൂടെ മാത്രമേ, ജീർണതയിലൂടെ മാത്രമേ ഒരു പുനരുത്ഥാനം ഉണ്ടാവുകയുള്ളൂ. അഴുകാനുള്ള മനസ്സുള്ളവരായി മാറ്റപ്പെടുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുമെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ആരോടും പകയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, എല്ലാവരോടും സ്നേഹത്തിൻ്റെ ബലിവസ്തുവായി നമുക്ക് പകരം നിൽക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ ഉയർപ്പിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. ഉത്ഥാന പെരുന്നാളിലൂടെ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഉയർപ്പിലൂടെയുള്ള നമ്മുടെ മൃതമായ ജീവിതാംശങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഉയർപ്പിൻ്റേതായ ജീവൻ തുടിക്കുന്ന പുതിയ നാമ്പുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഉദ്ധിതനായ ക്രിസ്തു പകർന്നു തരുന്ന സമാധാനത്തിൻ്റെ, ഉദ്ധിതനായ ക്രിസ്തു പകർന്നു തരുന്ന പ്രത്യാശയുടെ കിരണങ്ങളിലൂടെ അനേകരിലേക്ക് അത് ഉദ്ദീപിപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രാർത്ഥന അത് പ്രയോജനപ്പെടണം എന്നുള്ളതായ ആശംസയും പ്രത്യാശയുമാണ് ഈ ഉയർപ്പ് പെരുന്നാളിൽ എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ളത്. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും അതിലൂടെയുള്ള സമാധാനവും അതിനെ സന്തോഷമാക്കി മാറ്റി
മനുഷ്യജീവിതങ്ങളെ ദൈവാത്മാവിന് സമമായി എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും വിജയവും സമൃദ്ധിയും നൽകുന്നതായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷവും ആവോളം ആസ്വദിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമായവൻ എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കീന ന്യൂസ് ചാനലിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈസ്റ്ററിൻ്റെ പ്രത്യാശ നിറഞ്ഞ സന്തോഷവും സമാധാനവും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഷെക്കൈന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 5-6 വാക്യങ്ങൾ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീസസ് ഈസ് റിസൺ എന്നതാണ് ഈസ്റ്ററിൻ്റെ എക്കാലത്തെയും സന്ദേശം. ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്ന ഏത് ദുരനുഭവത്തെയും മറികടക്കുവാൻ കരുത്ത് പകരുന്ന പ്രതീക്ഷയാണ് ഉത്ഥാനം. അസാധ്യതകളുടെ സാധ്യതയാണ് ഈസ്റ്റർ. പ്രത്യാശയില്ലാത്ത വിധം മടുപ്പുളവാക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കാരണങ്ങളാൽ ഇന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരാണ് അധികവും കാണുന്നത്. ലഹരിയും കയ്യേറ്റങ്ങളും കടക്കണിയും യുദ്ധവും ഭീകരവാദവും പലായനങ്ങളും ജാതിയുടെയും നിറത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകളും മതത്തിൻ്റെയും സ്വത്തുടമസ്ഥതയുടെയും പേരിലുള്ള തർക്ക വിതർക്കങ്ങളും നിയമ പോരാട്ടങ്ങളും പണ്ടത്തേക്കാൾ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. ഒറ്റയ്ക്കും കൂട്ടായും ആത്മഹത്യകൾ പെരുകുകയാണ്. ജീവിതം വേണ്ട എന്നും ജീവിതത്തിൽ തോറ്റുപോയെന്നും പറഞ്ഞ് പടിയിറങ്ങുകയാണ് പലരും. ഇനി സാധ്യതയില്ല എന്ന് ലോകം പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് ഇനിയും പുത്തൻ സാധ്യതയുണ്ട് എന്നാണ് ഉത്ഥാനം നമ്മോട് പറയുന്നത്. മരിച്ചുവെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോഴും അത്ഭുതകരമായ ഒരു മടങ്ങിവരവാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ സാധ്യമായത്. ദൈവത്താൽ അസാധ്യമായ ഒന്നും തന്നെയില്ല. ശ്മശാനത്തിനപ്പുറവും ജീവന് സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ അസാധ്യതകളിലെ ദൈവത്തിൻ്റെ സാധ്യതയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനും അതിജീവിക്കുവാനും ഉയർപ്പ് നമ്മെ പ്രാപ്തരാക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ വിശ്വാസിയുടെ ജീവിതത്തെ പ്രകാശിതവും നിറവുമുള്ളതാക്കണം. നേരിൻ്റെ വിജയമാണ് ഈസ്റ്റർ. ക്രൂസിനോട് ചേർന്ന് മാത്രമേ ഉത്ഥാനത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലവിലുണ്ടായിരുന്ന ഭരണവർഗത്തോടും മതഘടനകളോടും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായിരുന്നു യേശുവിൻ്റെ ക്രൂശ്. ഘടനകൾ മനുഷ്യത്വരഹിതമാകുമ്പോൾ നീതിപൂർവമായ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത് എക്കാലത്തും ആവശ്യമാണ്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരമുറകളും സംസ്ഥാന, ദേശീയ, ആഗോള തലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ അവയെ രാഷ്ട്രീയ അട്ടിമറിയിലൂടെയോ സാമ്പത്തിക ഉപരോധത്തിലൂടെയോ മതശക്തി കൊണ്ടോ നിയമം കൊണ്ടോ പരാജയപ്പെടുത്തുവാനോ നീതിപൂർവമായ പ്രതികരണങ്ങളെ നിശബ്ദമാക്കുവാനോ ഒരു കാലത്തും സാധിക്കുകയില്ല. യേശുവിൻ്റെ കല്ലറയെ മൂടിയ വലിയ കല്ലും അതിൻ്റെ മുദ്രയും ഉയർപ്പിന് ഉപരോധം തീർക്കുവാൻ പര്യാപ്തമല്ലായിരുന്നു. എത്ര തമസ്കരിച്ചാലും സത്യവും നീതിയും ഒരിക്കലും പരാജയപ്പെടില്ല. അത് ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഉത്ഥാനം വെളിവാക്കുന്നു. ഇന്നും തിന്മകളുടെയും മരണത്തിൻ്റെയും ശക്തികൾക്കെതിരെ പോരാടുവാൻ ഉയർപ്പ് നമുക്ക് കരുത്തേകണം. അപ്പോഴാണ് യേശുവിൻ്റെ ഉത്ഥാനം നമ്മിൽ യാഥാർത്ഥ്യമാകുന്നത്. സാക്ഷ്യത്തിനുള്ള ആഹ്വാനമാണ് ഈസ്റ്റർ. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കേട്ട ഉടനെ മറിയയും കൂട്ടരും ശിഷ്യരോടെ ഈ സദ്വാർത്ത അറിയിക്കുവാൻ ബന്ധപ്പെടുന്നു. അവരാണ് ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷികൾ. അവർക്ക് പങ്കിടുവാൻ ഒരു സന്ദേശമുണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ യേശു. അത് ലോകത്തോട് പങ്കിടുവാനുള്ള തിടുക്ക ബോധമാണ് ആദിമസഭയിൽ ദർശിക്കുന്നത്. ഓരോ ഉയർപ്പും സാക്ഷ്യത്തിനുള്ള ആഹ്വാനമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. അനുദിന ജീവിതത്തിൽ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ,
പങ്കിടലിലൂടെ പൊതു ഇടപാടുകളിലൂടെ നാം എല്ലാവരും സാക്ഷ്യമുള്ളവരാകണം. സഭയെ ക്രിസ്തു നിയോഗിച്ചാക്കുന്നതും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ എന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ഈ സാക്ഷ്യത്വം തുടർച്ചയാണ് ദൈവം സഭയിലൂടെ ആഗ്രഹിക്കുന്നത്. സഭ ഉയർപ്പിൻ്റെ സാക്ഷ്യ സമൂഹമാണ്. ഈസ്റ്റർ കേവലം വർഷത്തിലൊരിക്കൽ അന്തോനോമ്പിൻ്റെ അവസാന ദിനം മാത്രം ആഘോഷിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കേണ്ടതാണ്. അസാധ്യതകൾ സാധ്യതയായി, നേരിൻ്റെ വിജയമായി, സാക്ഷ്യത്തിൻ്റെ പ്രേരക ശക്തിയായി ഉദ്ധാനം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേരുന്നു. കർത്താവിൽ പ്രിയരെ, ലോകം മുഴുവൻ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 20 വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആ ക്രിസ്തുവിൻ്റെ ഉയിർപ്പാണ് നാം ആഘോഷിക്കുന്നത്. പാപത്തിൻ്റെയും സാത്താൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള യേശു ക്രിസ്തുവിൻ്റെ വിജയമാണ് നാം ഉയർപ്പ് തിരുനാളിൽ ആഘോഷിക്കുന്നത്. അത് ഓരോ വിശ്വാസിക്കും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നുണ്ട്. പാപത്തിൻ്റെ മേലും സാത്താൻ്റെ മേലും മരണത്തിൻ്റെ മേലും നമുക്ക് ദൈവത്തിൻ്റെ ആദിജാതനും ഏകജാതനുമായ യേശു ക്രിസ്തുവിലൂടെ വിജയം വരിക്കാം എന്ന പ്രത്യാശയാണ് അത് നൽകുന്നത്. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകൾ ഒഴിഞ്ഞ കല്ലറ കണ്ടത് നമുക്കറിയാം. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കൽ എത്തി നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരം അവർ കണ്ടില്ല. പകരം അവിടെ നിന്നിരുന്ന 2 പുരുഷന്മാർ, ദൂതന്മാർ അവരോട് പറഞ്ഞു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ദൂതന്മാർ പറഞ്ഞതാണ് ഉയിർപ്പിൻ്റെ സുവിശേഷം. ലോകം നോക്കിയാൽ ലോകമുണ്ടായത് മുതൽ ഇതുവരെയും ആരും ചെയ്യാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് സാത്താനെയും ദുഷ്ടാത്മസേനയെയും പാപത്തെയും അവസാനം മരണത്തെ പോലും വിജയിച്ച ലോകരക്ഷിതാവിൻ്റെ ഉയിർപ്പ് തിരുനാളാണ് ഇത്. ഇന്നത്തെ ഈ മുറിവേറ്റ ലോകത്തിനും ആഗോള ജനതയ്ക്കും ഈ ഉയിർപ്പ് തിരുനാൾ വലിയ പ്രതീക്ഷയേകുന്നുണ്ട്. സ്നേഹവും ദയയും ക്ഷമയും അനുകമ്പയുമാണ് തൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ആയുധങ്ങളെന്നും പ്രാർത്ഥന, ഉപവാസം, സഹനം, ക്രൂശിൻ്റെ അനുഭവം എന്നിവയാണ് ഈ ലോകത്തിലെ സമൃദ്ധിയായ ജീവനും പരലോകത്തെ നിത്യജീവനിലേക്കുള്ള മാർഗമെന്നും ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഈ മുറിവേറ്റ ലോകവും ജനതയും പുനരുദ്ധാനത്തിനായി ക്രിസ്തുവിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. മരിച്ച അവസ്ഥകളിൽ നിന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പ് അത് ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും ഉറ്റുനോക്കുന്ന ലോക സമാധാനം ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ സംജാതമാകുകയുള്ളൂ എന്ന് നാം പ്രത്യാശിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനവും സ്നേഹവും അല്ലാതെ വേറൊരു മാർഗവും ഇന്ന് അതിനായിട്ട് ഈ ലോകത്ത് നാം കണ്ടെത്തിയിട്ടില്ല. യുദ്ധങ്ങളും യുദ്ധഭീഷണികളും അവസാനിക്കാത്ത ഒരു ലോകം, സമാധാന പ്രവർത്തനങ്ങളെക്കാൾ അധികം നശീകരണ ആയുധങ്ങൾക്കായി ബജറ്റിൽ കൂടിയ ശതമാനം മാറ്റിവെക്കുന്ന ലോക രാഷ്ട്രങ്ങളുടെ നിര, സാധാരണക്കാരുടെ ജീവിതത്തിനും തൊഴിലിനും വില കൽപ്പിക്കാതെ സമരങ്ങളിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്ന അധികാര വർഗങ്ങളെ നാം കാണുന്നു. അതുപോലെ അഴിമതി, അക്രമം, കൊലപാതകം തുടങ്ങി വർദ്ധിച്ചു വരുന്ന
വിദ്വേഷ പ്രസംഗങ്ങളും രാഷ്ട്രീയ നിലപാടുകളും മതമൗലികവാദങ്ങളും മതരാഷ്ട്ര സങ്കല്പങ്ങളും അതിനായുള്ള സായുധ പ്രവർത്തനങ്ങളും കൊണ്ട് ഇന്നത്തെ ലോകം അധികമായി മുറിവേറ്റിരിക്കുകയാണ്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നവരുടെ എണ്ണവും ലഹരി ഉപയോഗത്താലുള്ള അക്രമവും കൂടി വരുന്ന ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ സമാധാനവും ശാന്തിയും എന്നത്തെയും പോലെ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. സങ്കുചിത മതരാജ്യ ബോധ്യത്തിൽ മതേതരത്വവും മതനിരപേക്ഷതയും അന്യം നിൽക്കുന്നു. ശത്രുവിനെ സ്നേഹിക്കാനും നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനും പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനത്തിനും ക്രൂശിൻ്റെ മാർഗത്തിനും ഇന്ന് മൂല്യം ഏറി വരുന്നുണ്ട്. ലോക സമാധാനത്തിനായി ക്രൂശ് എടുക്കാനും ആ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിതം പുനഃസൃഷ്ടിക്കാനും ഈ സമൂഹത്തെ വീണ്ടെടുക്കാനും ഇന്ന് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നു. എന്നെ കേൾക്കുന്ന ഷക്കീന TV പ്രേക്ഷകർക്കും എല്ലാവിധ ഉയർപ്പ് തിരുനാൾ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർപ്പ് തിരുനാളിൻ്റെ ഈസ്റ്ററിൻ്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ 2025 ജൂബിലി വർഷത്തിലാണ് നാം ഈസ്റ്റർ ആഘോഷിക്കുക. പ്രത്യാശ നൽകുന്ന ഈ തിരുനാളിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലുടനീളം എന്ന് നിലനിൽക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തിരനായ യേശു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ പാദത്തിലെയും കൈകളിലെയും പാർശ്വത്തിലെയും മുറിവുകൾ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചത്. ശിഷ്യര് ഈശോയെ സംശയിച്ചപ്പോൾ സ്ഥിരീകരിക്കുവാനായിട്ട് അവിടുന്ന് കാണിച്ചു കൊടുത്ത അടയാളങ്ങളാണ് താൻ കുരിശിലേറിയതിൻ്റെ, കുരിശു വഹിച്ചതിൻ്റെ മുറിപ്പാടുകൾ. അതുവഴിയായിട്ട് യേശു പഠിപ്പിക്കുകയായിരുന്നു, ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അനുദിന ജീവിതത്തിൽ സമാധാനത്തോടുള്ള സന്തോഷം കൈമുതലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നാമും കുരിശിലേറണം, കുരിശു വഹിക്കണം. ജീവിതത്തിലെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെടലുകൾ, പരിഹാസങ്ങൾ, മുറിവുകൾ, ഇതെല്ലാം സംയമനത്തോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പ്രത്യാശാപൂർവം സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുക. ഉത്തിരനായ യേശു തൻ്റെ സമാധാനവും സന്തോഷവും നമ്മോട് പങ്കുവയ്ക്കുന്നതും ഈ സന്ദേശത്തിലൂടെയാണ്. നമുക്കും കുരിശിലേറാൻ, കുരിശു വഹിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് നമ്മെ നിരാശപ്പെടുത്താതെ, അത് പ്രത്യാശയോടുകൂടെ അത് ജീവിതത്തിൽ മുന്നേറാനുള്ള പടികളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷക്കേന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രത്യാശയുടെ ഒരു വർഷത്തിലാണ്, ഈ ജൂബിലി വർഷത്തിലാണ് നാം ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്നത്. അതിന് വലിയ പ്രസക്തിയാണ്. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാര് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു ഈശോയുടെ മരണത്തോടു കൂടി. എന്നാൽ ഈശോ അവരുടെ കൂടെ നടന്ന് അവരെ പഠിപ്പിക്കുകയാണ്, എല്ലാം തീർന്നിട്ടില്ല, ആരംഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. മരണം ഒരു തുടക്കമാണ്, അത് ഉദ്ധാനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. വലിയൊരു പ്രത്യാശയാണ് അവർക്ക് ലഭിച്ചത്. അവര് തിരികെ എമ്മാവുസിൽ നിന്നും തീഷ്ണതയോടുകൂടെ യാത്ര തിരിക്കുകയാണ് ജെറൂസലേമിലേക്ക്. ജെറൂസലേമിൽ ആരുണ്ട്? ആരുമില്ല, ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരാളുണ്ട്, സ്നേഹനിധിയായ ഉദ്ധിതനായ ഈശോ.
ഈ പ്രത്യാശ നമ്മെ നയിക്കണം. എപ്പോഴും ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ദൈവം നമ്മുടെ കൂടെ നടക്കും. നമുക്ക് അവിടുന്ന് വചനം വ്യാഖ്യാനിച്ച് നൽകും. അപ്പം മുറിച്ച് നമ്മുടെ കണ്ണുകൾ തുറക്കും. നാം പ്രത്യാശയുള്ളവരായിരിക്കാം. നമുക്ക് ക്രിസ്തുവിനെ ധരിക്കാം. എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കും. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ ഭാവി മഹത്വത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വാഗ്ദാനമാണ്. മരിച്ചതിന് ശേഷം സ്വയം ഉത്ഥാനം ചെയ്ത് ലോകത്തെ കടന്നു വന്ന കർത്താവായ യേശു ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുരുഷനായി നിലകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ ഈ ഉത്ഥാനം വളരെ പ്രാധാന്യമുള്ള ചരിത്ര സംഭവം ആയതുകൊണ്ട് ചരിത്രപണ്ഡിതനായ ബോസ്വേ പറയുന്നത് ചരിത്രത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനമാണ്, ഈസ്റ്ററാണ് എന്നുള്ളതാണ്. മരിച്ചതിന് ശേഷം എല്ലാ മനുഷ്യരും പ്രത്യാശയോടെ ഈ ലോകം വിട്ടേ പോകുമ്പോൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഖബറിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് ലോകത്തിൽ അനേക ആൾക്കാർക്ക് പ്രത്യക്ഷനാവുകയും അവരോട് രക്ഷയുടെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ഈസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് അത് മരണത്തിന്റെ മേൽ യേശുക്രിസ്തു നേടിയ വിജയമാണ്. ഈസ്റ്ററിന്റെ സന്ദേശം നിത്യ ജീവന്റെ സന്ദേശമാണ്. ഈസ്റ്ററിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ജീവന്റെ സംസ്കാരമാണ്. ഈ ലോക ജീവിതത്തില് പരിമിതപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ഈ ലോക ജീവിതം പൂർത്തിയാക്കി മരണത്തിലൂടെ നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടവനായിരിക്കുന്നുവെന്ന് യേശുക്രിസ്തുവിന്റെ നിത്യജീവന്റെ സന്ദേശം നമുക്ക് വാഗ്ദാനം നൽകുന്നു. ഈസ്റ്റർ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് മുഴുവൻ ഭാവി മഹത്വവും ഉത്ഥാനവും പ്രതീക്ഷയും നൽകുന്ന വലിയ തിരുനാളാണ്. ഈ ഈസ്റ്റർ നാം ആഘോഷിക്കുന്ന അവസരത്തിൽ ഈസ്റ്ററിന്റെ സന്തോഷം എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ, അതിൻ്റെ സമാധാനവും സ്നേഹവും പങ്കെടുക്കുവാൻ, ഈസ്റ്റർ നൽകുന്നതായ ശാന്തിയും സമാധാനവും കരുണയും നീതിബോധവും എല്ലാം സമൂഹത്തില് കൂടുതലായിട്ട് സാക്ഷികളാക്കി തീർക്കുവാനായിട്ടും യേശു വാഗ്ദാനം ചെയ്ത ദൈവമക്കളുടെ സ്വാതന്ത്ര്യമുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുവാൻ ഈ ഈസ്റ്ററിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഷെക്കീന ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്ററിന്റെ അനുഗ്രഹങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കും. മലയാളത്തിൻ്റെ വിശ്രുതനായ കവി കെ സച്ചിദാനന്ദൻ്റെ മൂന്നാം നാൾ എന്നൊരു കവിതയിലെ ശ്രദ്ധേയമായ വരികൾ ഇപ്രകാരമാണ്: എവിടെ ഈ യാത്ര തൻ അന്ത്യം, മറുപുറം മറ്റൊരു നിലാവോ. ഈ മറുപുറത്തുള്ള മറ്റൊരു നിലാവ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രബിംബമാണ്. മൂന്നാം നാൾ ഉദിച്ചു വരുന്ന ആ പൂർണ്ണ ചന്ദ്രബിംബം യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ്. അരിമത്യായിലെ ആ കടമെടുത്ത കബറിടത്തിൽ തീരുന്നതല്ല ക്രിസ്തുവിൻ്റെ ജീവിതം. അരുൾ ചെയ്തതുപോലെ മൂന്നാം നാൾ അവിടുന്ന് ഉദ്ധിതനാകുന്നു. ആ കബറിടത്തിങ്കൽ പ്രഭാതത്തിൽ നേരം പുലരുന്നതിനു മുൻപ് വന്നത് മഗ്ദലേനായിലെ മറിയമാണ്. ആ കബറിടത്തിങ്കൽ വന്നൊന്ന് കരഞ്ഞു തീർക്കുക, അങ്ങനെ തൻ്റെ സങ്കടങ്ങളും ആ സഹനങ്ങളും എല്ലാം ഒന്ന് തീർക്കാനാകുക, അതായിരുന്നു അവളുടെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷേ അവൾക്ക് ആ പ്രഭാതത്തിൽ ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷനാകുന്നു. യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അന്വേഷണം ഇതാണ്: സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നമ്മുടെ സങ്കടങ്ങളിലും സഹനങ്ങളിലും അവിടുന്ന് ഇന്നും കടന്നു വരുന്നു. ഉദ്ധിതനായ ക്രിസ്തു കാലങ്ങൾക്കും സമയങ്ങൾക്കും എല്ലാം അതീതമായി നമുക്കിന്നും അനുഭവേദ്യമാകുന്നു. സഹനങ്ങളുടെ നൊമ്പരങ്ങളുടെ നേരത്ത് ആശ്വാസകനായി കൂടെയുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു പിന്നീട് പ്രത്യക്ഷപ്പെടുക ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത ആ ഭൃത്യന്മാരോടൊപ്പമാണ്. അവർ ഏകാന്തതയിലാണ്. ഉദയത്തിൻ്റെ നാട്ടിൽ നിന്ന് അസ്തമയത്തിൻ്റെ ദിശയിലേക്കാണ് അവർ യാത്രയാകുന്നത്. ആകെ സങ്കടം, നിരാശ. അവരോടൊപ്പം സഹയാത്രികനായി ഉദ്ധിതനായ ക്രിസ്തു പങ്കുചേരുന്നു. ആ യാത്രയിൽ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ക്രിസ്തു ഇന്നും ഏകാന്തതയിൽ, നിരാശയിൽ കഴിയുന്ന നമ്മോടൊപ്പം ഉണ്ട്. വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു, കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ, പ്രത്യേകിച്ച് നൊമ്പരത്തിൻ്റെ, നിരാശയുടെ, അസ്വസ്ഥതയുടെ അവസരങ്ങളിൽ അവിടുന്ന് സഹയാത്രികനായി കൂടെയുണ്ട് ഉദ്ധിതനായ ക്രിസ്തു. തൻ്റെ അരുമ ശിഷ്യന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് പോകുന്നു. തീരത്തു നിന്ന് തിരകളെ മുറിച്ച് പണ്ടെങ്ങോ ഉപേക്ഷിച്ച് കളഞ്ഞ ആ വഞ്ചിയും വലയും എടുത്ത് ആഴക്കടലിൽ മത്സ്യം പിടിക്കാൻ. ആ രാത്രിയിൽ എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനം ശ്രവിച്ച് അവർ വലയെറിഞ്ഞപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ, സമൃദ്ധി. അതാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുക. നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ അധ്വാനം വിഫലമാകുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, ആശ്വാസകനായി, സമൃദ്ധിയുടെ സാന്നിധ്യമായി. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും കടന്നു വരട്ടെ, ആശ്വാസകനായി, നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് സഹചാരിയായി, നമ്മുടെ അധ്വാനങ്ങളിൽ വലിയ പ്രതീക്ഷയുടെ സമൃദ്ധിയായി, മനം നിറയെ, വല നിറയെ അനുഗ്രഹവുമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉദ്ധാനത്തിൻ്റെ എല്ലാ കൃപയും വരദാനങ്ങളും സ്നേഹമോടെ നേരുന്നു. ഹാപ്പി ഈസ്റ്റർ. സ്നേഹമുള്ളവരെ, നാം ഉയർപ്പ് തിരുനാളിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് ഒരുമിച്ച് വന്നിരിക്കുകയാണല്ലോ. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനവും പ്രത്യാശയും. ഈസ്റ്ററിൻ്റെ വലിയ സന്ദേശമായിട്ട് നാം കാണുന്നത് ഈ സമാധാനവും സന്തോഷവുമാണ്, പ്രത്യാശയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യർക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന ഈ പീഡാനുഭവ ആഴ്ചയിൽ നാം ചിന്തിക്കുന്നത് പീഡാനുഭവവും മരണത്തിനും ശേഷം ഉത്ഥാനം ഉണ്ടായി, ഉയർപ്പുണ്ടായി എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പക്ഷെ അതിന് സാധിക്കണമെങ്കിൽ നാം ചില കാര്യങ്ങൾക്ക് മരിക്കണം. കാരണം പൗലോസ് പറയുന്നത് പോലെ കർത്താവിനോട് ഈ പാപത്തിന് മരിച്ചാൽ മാത്രമേ കർത്താവിനോടൊപ്പം ഉത്ഥാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തിന്മയുടെ കാര്യത്തിൽ നാം മരിക്കണം. അഹങ്കാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ കാര്യത്തൊക്കെ നാം മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോടൊപ്പം സന്തോഷവും സ്നേഹവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്നുണ്ട്, ആശ്വാസം നൽകുന്നുണ്ട്, അനുഗ്രഹം നൽകുന്നുണ്ട്. കർത്താവിനെ കണ്ടവരെല്ലാവരും, ഉത്ഥാനശേഷം കർത്താവിനെ കണ്ടവരെല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ, വളരെയേറെ സമാധാനത്തോടെ, വളരെയേറെ പ്രത്യാശയോടെയാണ് ജീവിച്ചത്. മഗ്ദലേന മറിയവും തോമാസ് സ്ലീഹായും അപ്പസ്തോലന്മാരും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും എല്ലാം നിരാശരായിരുന്നു ആദ്യം. പക്ഷേ കർത്താവിനെ കണ്ട ശേഷം അവർ പ്രത്യാശയുള്ളവരായിത്തീർന്നു, സന്തോഷമുള്ളവരായിത്തീർന്നു, ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നവരായിത്തീർന്നു. നമുക്കും
ഈ ഈസ്റ്ററിൻ്റെ അവസരം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരായി സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം എന്നുള്ള അനുഗ്രഹത്തിനായിട്ട് ദൈവം നമ്മെ പ്രത്യേകമായിട്ട് ഈ ഈസ്റ്ററിൻ്റെ അവസരത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഈശോയുടെ ഉയർപ്പ് ഒരു ചരിത്ര സംഭവം മാത്രമല്ല. ഈശോയുടെ ഉയർപ്പ് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്. ശരീരത്തിൻ്റെ ഉയർപ്പ്, മരണത്തിൽ നിന്നുള്ള മോചനം, ലോകത്തെ വിജയിക്കുവാനുള്ള മിടുക്ക്, പാപത്തോട് സന്ധിയില്ലാത്ത ഒരു സമരം. അങ്ങനെ ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവരോടും പക്ഷം ചേർന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഉന്നത ചിന്തകളോടുകൂടി ഉയർപ്പിക്കപ്പെട്ടവരായി തീരുന്ന നിമിഷം അത് ഉയർപ്പാണ്. ഈ ഉയർപ്പിലേക്ക് ഉണരുവാനായിട്ട്, വളരുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. നാം എല്ലാവരും ഈ വർഷത്തെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത് ജൂബിലി വർഷത്തിലാണെന്ന് അറിയാമല്ലോ. ജൂബിലി വർഷത്തിൻ്റെ വലിയൊരു സന്ദേശം പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ്. യേശു മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തു. തീർച്ചയായിട്ടും യേശുവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രത്യാശ നൽകുന്നത്. ഈ പ്രത്യാശയുടെ വലിയ തിരുനാളിൽ, ഉയർപ്പ് തിരുനാളിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം, സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് മാറാം. യേശു ഉത്ഥാനം ചെയ്തിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ സമാധാനമാണല്ലോ ആശംസിക്കുന്നത്. നമുക്കും സമാധാനത്തിൻ്റെ ദൂതരാകാം. സമാധാനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ഏവരെയും പ്രത്യാശയിൽ വളർത്താം. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ. ഷക്കീന പ്രേക്ഷകർക്ക് എൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ പ്രത്യേകം ഞാൻ നേരുകയാണ്. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഷക്കീന ടെലിവിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാനന്തവാടി രൂപതയുടെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഈസ്റ്റർ പ്രതീക്ഷയുടെ തിരുനാളാണ്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന അവസരത്തിലും അതിനപ്പുറത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മറ്റൊരു ലോകമുണ്ട് എന്നുള്ള പ്രതീക്ഷ തരുന്ന ഒരു തിരുനാളാണ് ഈസ്റ്റർ, അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാൾ. ഈശോയുടെ ഉയർപ്പ് നമ്മളവിടെ ചെല്ലും എന്നുള്ളതിൻ്റെ അച്ചാരമാണല്ലോ, ഗ്യാരണ്ടിയാണ്. ഈ അച്ചാരത്തിൽ, ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. പക്ഷെ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടാകും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ട രീതികൾ ആ ഉത്ഥാനത്തിന് യോജിച്ച രീതിയിലുള്ളതായിരിക്കണം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഈ പ്രതീക്ഷയിൽ ഈ ഉത്ഥാന തിരുനാൾ ആചരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ക്രൈസ്തവരും, പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കമുള്ളവർ ഈ രീതിയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറട്ടെ. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ പ്രത്യാശയുള്ളവരെ പോലെ നമുക്ക് ജീവിച്ച് അവർക്കും പ്രത്യാശ കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം. ഷക്കീന ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഞാൻ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈസ്റ്റർ ആഘോഷത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഉത്തിതനായ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തില് ഉത്തിതനായ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഉത്ഥാന തിരുനാൾ ആഘോഷത്തിന് അർത്ഥമുണ്ടാവുക.
അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വചനം പഠിക്കണം, വചനം പഠിപ്പിക്കണം, വചനം പാലിക്കണം. കണ്ണുകൾ കൊണ്ട് ബൈബിൾ വായിച്ച് വചനം പഠിക്കണം, കാതുകൾ കൊണ്ട് വചനം കേട്ട് പഠിക്കണം, അധരങ്ങൾ കൊണ്ട് വചനം പ്രഘോഷിക്കണം, കരങ്ങളും പാദങ്ങളും കൊണ്ട് ജീവിതത്തില് വചനം പാലിക്കണം, അങ്ങനെ വചനം പ്രഘോഷിക്കണം. അപ്പൊ വചനം പഠിക്കുക, വചനം പഠിപ്പിക്കുക, വചനം പാലിക്കുക, അതിന് നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഉത്ഥാന തിരുനാൾ ആഘോഷത്തിന് അർത്ഥമുണ്ടാവുക, പ്രസക്തി ഉണ്ടാവുക. ഈ ഒരു തീരുമാനം ഉത്തിതനായ യേശുവിന് നൽകിക്കൊണ്ട് അർത്ഥവത്തായി ഈ വർഷം നമുക്ക് ഉത്ഥാന തിരുനാൾ ആഘോഷിക്കാം. ഒരിക്കൽ കൂടി ഷക്കീന ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഈസ്റ്ററിന്റെ മംഗളങ്ങള് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ധാർമ്മധർമ്മത്തോടും നാം ആചരിച്ച തപസ്കാലത്തിൻ്റെ പൂർത്തി കാണുമല്ലോ ഉയർപ്പ് പെരുന്നാൾ. ഇന്ന് തിന്മ ഇല്ലാതാക്കിയ നന്മയുടെ വിജയമാണ് ഒരു ഉയർപ്പ്. പാപത്തെയും മരണത്തെയും വിജയമാക്കിയ ക്രിസ്തുനാഥൻ്റെ ഉയർപ്പ് പെരുന്നാൾ ഇന്ന് നാം എല്ലാവരും ആഘോഷിക്കുന്നത് നമ്മുടെ പ്രത്യാശയുടെ ജീവിതമാണ്. ക്രിസ്തുനാഥൻ നമ്മെല്ലാവർക്കും നൽകിയുണ്ട്. ഇന്ന് സഹോദര സഹോദരന്മാർ എല്ലാവർക്കും, എല്ലാ ഷെക്കിന ചാനലിൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ഉയർപ്പ് തിരുനാൾ, ഈസ്റ്റർ ദിനം. ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും ഇന്ന് വിജയത്തിൻ്റെ ദിനമായി ആഘോഷിക്കുകയാണ്. പാപത്തിൻ്റെ മേലുള്ള വിജയം, മരണത്തിൻ്റെ മേലുള്ള വിജയം. നമ്മുടെ ജീവിതത്തിൽ നാം വിജയമായി കണക്കാക്കുന്നത് എവിടെയാണ്, എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ മേൽ കുതികാൽ ചവിട്ടി ഞാൻ നേടിയെടുക്കുന്നവയൊക്കെ വിജയമായി കണക്കാക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ കുരിശിലേറ്റുന്നതാണ് വിജയം എന്ന് ചിന്തിക്കുന്നവർ. അപ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷമാണ്, സംതൃപ്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സംതൃപ്തി എന്ന് ചിന്തിക്കുന്നവർ. യേശുവിൻ്റെ ഈ ഉത്ഥാന തിരുനാള് അത് കുരിശ് ഇല്ലാതെയുള്ള വിജയമല്ല. ഉത്ഥിതനായ കർത്താവ് തൻ്റെ മുറിപ്പാടുകളുമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ തോമസിന് ആ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സഹനമില്ലാതെ വിജയമില്ല, കുരിശില്ലാതെ കിരീടമില്ല എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഉത്ഥാന തിരുനാൾ ദിവസം നമ്മൾ പാടുന്ന വിജയഗാഥ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ അർത്ഥം കണ്ടെത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ സന്തോഷത്തിൽ ലക്ഷ്യം വയ്ക്കാനും കാരണമാകട്ടെ. ഉത്ഥാനത്തിൻ്റെ വിജയം ആസ്വദിക്കാൻ, ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുക ഇന്ന് തുടങ്ങിയുള്ള നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ പുതിയ കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കാണുമ്പോഴാണ്. വെല്ലുവിളികളിൽ പതറാത്ത, അസാധ്യമെന്ന് ലോകം വിലയിരുത്തുന്ന കാര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ഒരു ജീവിതം. അതിന് ഞാൻ ക്രിസ്തുവിനോടുകൂടെ സഹിക്കണം,
ക്രിസ്തുവിനോടുകൂടെ മരിക്കണം, അവിടുത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മെ മടുപ്പിക്കുന്ന നിഷേധാത്മകമായ ചിന്തകൾ നമുക്ക് ചുറ്റും അലയടിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ജൂബിലി വർഷത്തിൽ ഉത്ഥിതനായ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരാകാനാണ്. ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഉത്ഥിതൻ്റെ അനുഭവം നിരാശയുടെ നിഴലിൽ കഴിയുന്നവർക്ക് പ്രത്യാശ പകരുന്നതിന്, പുതിയ ഒരു ഉന്മേഷം പകരുന്നതിന് നമുക്ക് കാരണമാകട്ടെ. ഈ ദിവസത്തിൽ ഈ തിരുനാൾ അവസാനിക്കാതെ നമ്മോടൊപ്പം ഈ പ്രത്യാശയുടെ തീർത്ഥാടനത്തിലേക്ക് അനേകരെ നയിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. അന്ധകാരത്തിൻ്റെ നിഴലിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവിൻ്റെ ഉത്ഥിതൻ്റെ കൃപ നമ്മെയും നമ്മോടൊപ്പമുള്ളവരെയും സഹായിക്കട്ടെ. ഷെക്കീന ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉത്ഥിതനിലുള്ള വിജയ ആശംസകളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷെക്കീന ന്യൂസ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളട്ടെ. സ്നേഹമുള്ളവരെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക പദാവലിയുണ്ട്. ക്രിസ്തോസ് അനേസ്തേ, അലേത്തോസ് അനേസ്തേ. ക്രിസ്തു ഉത്ഥാനം ചെയ്തു, സത്യമായും ഉത്ഥാനം ചെയ്തു. ഒത്തിരി സന്തോഷത്തോടു കൂടി അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പദമാണ് ഇപ്പോൾ നാം കേട്ടത്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ജീവിക്കുന്നവനായ ഉത്ഥിതനായ ഈശോ ഞങ്ങളുടെ സ്വന്തം ദൈവമാണ് എന്ന വലിയ ബോധ്യത്തിൻ്റെ പ്രഖ്യാപനമാണത്. ഈശോ ഉത്ഥാനം ചെയ്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് നമുക്കും അവരെപ്പോലെ അവരോട് ചേർന്ന് ഇത് പറയാനായിട്ടാവട്ടെ. ഈശോ ഉത്ഥാനം ചെയ്തു, സത്യമായും ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തവൻ, അവൻ്റെ പ്രത്യേകത എന്താണ്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും ഒരേ ആളായി സ്ഥല കാലങ്ങളെ അതിജീവിച്ച് സഹയാത്രികനായി ഉത്ഥിതൻ നമ്മുടെ അരികിൽ എത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഉത്ഥിത സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേർന്നുകൊള്ളുന്നു. ക്രിസ്തുവേശു സത്യമായും ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ഉദ്ധിതനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. മനുഷ്യൻ അമർത്യനായി തീരുവാനുള്ള അവൻ്റെ ആഗ്രഹം സൃഷ്ടിയോളം തന്നെ പഴക്കമുള്ളതാണ്. ആദമും ഹൗവയും ഏദനിൽ പഴം പറിച്ച് ഭക്ഷിക്കുന്നത് ദൈവത്തെപ്പോലെയാകാം എന്ന് കരുതിയാണ്. എന്നാൽ അതിൻ്റെ ഫലം ദൂരവ്യാപകമായിരുന്നു. അതിൽ നിന്ന് തികച്ചും അന്യമായി പോയി. ആ അന്യമായി പോയ മനുഷ്യ ദൈവ സംസർഗവും മനുഷ്യവർഗത്തിൻ്റെ അനശ്വരതയും വീണ്ടെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. ഭാരതത്തിലെ ഋഷിവര്യന്മാർ നൂറ്റാണ്ടുകളായി ഉച്ചരിച്ചിരുന്നതായ ആ മന്ത്രം, മധ്യോമ അമൃതംഗമയ എന്ന ആ മന്ത്രം സ്വപ്ന സാക്ഷാത്കാരമായത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. വെള്ളിയാഴ്ച നാൾ ക്രിസ്തുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിന് വിധേയനാക്കുകയും കബറടക്കുകയും മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്താണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മഹത്വം, സന്ദേശം? ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി,
ആത്യന്തികമായി സത്യം വിജയിക്കും, ആത്യന്തികമായി സത്യം വിജയിക്കുമെന്ന ആ മഹത്തായ സത്യം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ലോകത്തിൽ വെളിവാകുന്നു. യേശു പീലാത്തോസിന്റെ മുമ്പിൽ ന്യായവിധിക്കായി കാത്തു നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, മറ്റുള്ളവരുടെ ആരോപണങ്ങളുടെ നടുവിൽ എന്താകുന്നു സത്യം? ആ സന്ദർഭത്തിൽ യേശു മൗനം അവലംബിച്ചതേ ഉള്ളൂ. എന്നാൽ 3 ദിവസം കഴിയുമ്പോൾ സത്യം എന്താകുന്നുവെന്ന് തൻ്റെ പുനരുത്ഥാനത്തിലൂടെ തെളിയിക്കപ്പെടുകയാണ്. സത്യത്തെ ഒരു കല്ലറയിൽ അടയ്ക്കുവാനോ എന്തെങ്കിലും കൊണ്ട് മൂടിക്കെട്ടി അതിനെ നിശ്ചലമാക്കുവാനോ സാധിക്കുകയില്ല. ആത്യന്തികമായി സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സത്യത്തിന് വേണ്ടി നിലകൊണ്ട് വാമൂടക്കെട്ടപ്പെടുന്നതായ, കൈകാലുകൾ ബന്ധിക്കുന്നതായ, കല്ലറകൾ തുറങ്ങുകളിൽ അടയ്ക്കുന്നതായ അനേക ആയിരങ്ങൾക്ക് ആശ്വാസവും നവപ്രത്യാശയും നൽകും. സത്യം അത് എത്ര തൃണവൽക്കരിക്കപ്പെട്ടാലും, അതിനെ എത്ര വികലമാക്കപ്പെട്ടാലും ഒരു നാൾ അത് ഉയർത്തെഴുന്നേൽക്കുമെന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ ലോക ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു സത്യമാണ്. രണ്ടാമത്, ഭയവും നിരാശയും നിറഞ്ഞതായ ലോകത്തിന് നവപ്രത്യാശ നൽകുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. തൻ്റെ പ്രിയ ശിഷ്യന്മാരും തന്നോടുകൂടെ യാത്ര ചെയ്തിരുന്ന ആളുകളും തൻ്റെ കൂടെ തൻ്റെ ദിവ്യ അനുഭവങ്ങളിൽ പങ്കാളികളായി തീർന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കണ്ട് നിരാശരായി മാറത്തടിച്ച് ക്രൂശിൽ നിന്ന് വീട്ടിലേക്ക് പോയി. എന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ആ കബറടക്കൽ വരുവാനിടയായി. അങ്ങനെ വന്ന ഏതാനും സ്ത്രീകളും കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരുമാണ് ഒഴിഞ്ഞ കല്ലറ കാണുകയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് ആദ്യമേ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഉദ്ധിതനായ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആ വിശ്വാസം സ്ഥിരീകരിച്ചു. ഇത് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പല സമയങ്ങളിലും നമ്മൾ വിചാരിക്കും നാം തീർന്നു, നമ്മുടെ ചരിതം തീർന്നു, നമ്മുടെ അധ്വാനങ്ങൾ തീർന്നു, നമ്മുടെ പ്രതീക്ഷ തീർന്നു. എന്നാൽ നിരാശരായിരിക്കുന്ന ആ സന്ദർഭത്തിൽ, പ്രതീക്ഷ അറ്റുപോകുന്ന ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പുതിയതൊന്ന് തുടങ്ങുവാൻ ദൈവത്തിന് സാധിക്കും. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സാധിക്കും എന്ന വലിയ സത്യവും ഈ പുനരുത്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശമാണ്. മൂന്നാമത്, അശരണരും നിരാലംബരും നിസ്വരും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്നതുമായ ചെറിയൊരു സമൂഹത്തിന് ശക്തമായ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്ന വലിയ ഒരു ശക്തി, ഒരു കർമ്മ വീര്യം നൽകുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ഭയജഗതരായിരുന്ന ശിഷ്യന്മാർ, ഭയന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ പ്രയാസപ്പെട്ടിരുന്നതായ ക്രിസ്തുവിനെ സ്നേഹിച്ച ആളുകൾ ക്രിസ്തു പുനരുത്ഥാനം ചെയ്തുവെന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ, അതിൽ വിശ്വസിച്ചപ്പോൾ, അവനവർക്ക് പ്രത്യക്ഷപ്പെട്ടവരെ ധൈര്യപ്പെടുത്തിയപ്പോൾ, രാജാക്കന്മാരുടെ മുമ്പിലും ഭരണാധികാരികളുടെ മുമ്പിലും ലോകത്തിൻ്റെ തിന്മകൾക്ക് മുമ്പിലും തലകുനിക്കാത്ത ആ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും സഭ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപരിക്കുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെ ഒരു പുതിയ മാർഗം സൃഷ്ടിച്ച, അങ്ങനെ പുതിയ ഒരു ജീവിതക്രമം സൃഷ്ടിച്ച ഒരു വലിയ വ്യതിയാനമാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ലോക ചരിത്രത്തിന് ലഭിക്കുന്നത്. ആരുടെയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മാതൃകയാണ്. പ്രത്യാശയുടെ വലിയ ആരുടെയും ഷിഫ്റ്റാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ലഭിക്കുന്നത്. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് ആദമിൽ നിന്ന് ആരംഭിച്ച മനുഷ്യവർഗം, ക്രിസ്തു ദൈവമാകിയാൽ അവൻ മനുഷ്യനായി തീർന്ന് ആ മനുഷ്യൻ മരിച്ച് കബറടക്കപ്പെട്ട് തൻ്റെ പുനരുത്ഥാനത്തിലൂടെ മരണത്തെ അതിജീവിച്ചപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ജീവിതത്തിന് അപ്പുറമുള്ള നിത്യജീവൻ, പ്രത്യാശയുടെ ജീവിതം, ശാശ്വതമായ ജീവിതം, മരണത്തിന് പിടിച്ചടക്കാൻ കഴിയാത്തതായ ആ ജീവിതം, അതിൻ്റെ കവാടം തുറന്ന് പാതാളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മനുഷ്യനെ കരയേറ്റുവാൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ സാധിച്ചു. അത് നമുക്ക് നൽകുന്ന വലിയ ആത്മീയ സന്തോഷമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിലെ ശരീരം വിട്ട് ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലായി. ആദാമിൻ്റെ മക്കളാകുന്ന നാം, മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവരായ മക്കളായ നാം, അത് നമുക്ക് നൽകുന്ന വലിയ ആത്മീയ സന്തോഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിലെ ശരീരം വിട്ട് ഒരു സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലായി. ആദാമിൻ്റെ മക്കളാകുന്ന നാം, മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവരായ മക്കളായ നാം, മരണത്തിലും സംസ്കാരത്തിലും മണ്ണോട് ചേർന്ന് ഈ ലോകത്തോട് ചേർന്നില്ലായ്മയാകുമെങ്കിലും ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളായി തീരുന്നവർ സ്വർഗീയനായ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മഹത്വപൂർണമായ സ്വർഗീയ ശരീരം നാമം അണിഞ്ഞ് ആ നിത്യതയിൽ ദൈവത്തോടുകൂടിയാകും. ഇത് ലോകത്തിൽ നൽകുന്ന പുതിയ ഒരു ചക്രവാളമാണ്. പ്രത്യാശയുടെ ഒരു പുതിയ തീരമാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് മനുഷ്യവർഗത്തിന് മുഴുവൻ സംജാതമാകുന്നത്. ആ പ്രത്യാശ ഉൾക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിൽ പരത്തുവാൻ, വൈജകരായിരുന്ന മനുഷ്യർക്ക് സമാധാനമെന്ന് ആശംസിക്കുവാൻ, പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുവാൻ, നിസ്വരെയും നിരാലംബരെയും ആരുപോലുമില്ലാത്തവരെയും സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവർക്ക് പുതിയ പ്രത്യാശ നൽകുവാനും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയായി മാറട്ടെ. ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനവും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പെരുന്നാളിൻ്റെ മഹാസന്തോഷവും പങ്കുവയ്ക്കുന്നു. Wish you all a very happy feast of Easter. God bless you all.